ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയങ്ങളുടെ നാളുകളാണ്. നമുക്കറിയാം, എൻട്രൻസ് റിസൾട്ടുകളുടെ ഒരു കാലഘട്ടമാണിത്. ഇതിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ വിജയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ബ്രില്യൻ 2023 എൻട്രൻസ് എക്സാമുകളുടെ റിസൾട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീറാം ആർ. 2023 ജെയ് മെയിൻ, ജെയ് അഡ്വാൻസ്ഡ്, കീം, ക്യുസാറ്റ് പോലുള്ള പ്രവേശന പരീക്ഷകളിൽ മിന്നും വിജയം കാഴ്ചവെച്ച മിടുക്കനായൊരു വിദ്യാർത്ഥി. ശ്രീറാമിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട്. ശ്രീറാമിൻ്റെ പഠന കാലഘട്ടം, അതുപോലെ തന്നെ ഈ വിജയത്തിലേക്ക് ശ്രീറാമിനെ നയിച്ച മറ്റ് വഴികൾ, അതുപോലെ തന്നെ ഈ വിജയത്തിനായി ബ്രില്യൻ ടീം എങ്ങനെയായിരുന്നു ശ്രീറാമിനോടൊപ്പം ഉണ്ടായിരുന്നത്, ഇതെല്ലാം ശ്രീറാം ഇന്ന് നമ്മളോട് പങ്കുവെക്കുകയാണ്. അപ്പോൾ നമുക്ക് ശ്രീറാമിൻ്റെ റാങ്കുകളും കാര്യങ്ങളുമൊക്കെ എത്രത്തോളമായിരുന്നു, എങ്ങനെയാണ് ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു മിന്നും വിജയത്തിൻ്റെ ഭാഗമായത് എന്നൊക്കെ നമുക്ക് ശ്രീറാമിനോട് ചോദിച്ചറിയാം. ശ്രീറാം, നമസ്കാരം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരുപാട് നേട്ടങ്ങൾ, വിജയങ്ങൾ ഒക്കെ നേടിയെടുത്തുകൊണ്ട് ബ്രില്യൻറ്റിലേക്ക് വളരെ സന്തോഷപൂർവ്വം എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ വന്നതിന് ശേഷം പല എക്സാംസും കുറച്ചുകൂടി നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ കുറച്ച് നന്നായി പെർഫോം ചെയ്തു. പാരൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ത്രൂ ഔട്ട് ദ പ്രിപ്പറേഷൻ. ബ്രില്യൻ ഫാമിലി ത്രൂ ഔട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയോ മോഡൽ എക്സാംസ് നമ്മൾ എഴുതിയിട്ടുണ്ട് ഈ എല്ലാ എക്സാമിനേഷനും ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി നമ്മുടെ പ്രിപ്പറേഷനിലും. പിന്നെ അവിടെ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഐഡൻറ്റിക്കൽ കണ്ടീഷൻസിനായിട്ട് നമ്മൾ ഓൺലൈൻ എക്സാം സെൻറ്ററിലായിരുന്നു എല്ലാ എക്സാംസ് എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ എൻവയോൺമെൻറ്റ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ എല്ലാവരും ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് പഠിക്കുകയും പിന്നെ എക്സാംസ് എഴുതുകയും പിന്നെ അതിൽ അനാലിസിസും ഇങ്ങനെ സെൽഫ് മോട്ടിവേഷൻ തോന്നും. പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് 10 മാസം പോയത് അറിഞ്ഞില്ല. എല്ലാ ദിവസവും നമ്മൾ രാവിലെ പരീക്ഷ കിട്ടും. മാർക്ക് നല്ലതാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എവിടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നോക്കുക, പിന്നെ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യുക, പിന്നെ നെക്സ്റ്റ് എക്സാം. ഇതിൻ്റെ ഒരു സൈക്കിളായിരുന്നു കഴിഞ്ഞ ഒരു 2-3 മന്ത്സ്. ലാസ്റ്റ് 3-4 മന്ത്സ് ഇങ്ങനെ എപ്പോഴും എക്സാംസ് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാർക്ക് കുറയുമ്പോഴും ഇപ്പോൾ കോർഡിനേറ്റേഴ്സ് ബിനോയ് സാറും എപ്പോഴും വിളിച്ചിട്ട് പറയുമായിരുന്നു, ഇത് ഇപ്പോൾ കുറയും, പക്ഷേ അവസാനം നീ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നീ പഠിക്കുന്നുണ്ട്, അപ്പോൾ അവസാനം നിനക്ക് റിസൾട്ട് വരുന്നൊക്കെ അവർ പറയുമായിരുന്നു. അവർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഡയറക്ടേഴ്സ് ആയാലും അവരും ഭയങ്കരമായിട്ട് അവരുടെ സ്പീച്ചിലൂടെ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുമായിരുന്നു. പിന്നെ ഹോസ്റ്റൽ വാർഡന്മാരാണെങ്കിലും മറക്കാൻ പറ്റില്ല. കാരണം എന്തൊരാവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ പാരൻസിനാണെങ്കിൽ നമുക്ക് പറയാം, നമ്മളവിടെ വീട്ടിലുള്ളപ്പോൾ അവർ, പക്ഷേ ഇവിടെ ഉള്ളപ്പോൾ എന്തൊരാവശ്യത്തിന് അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവർ നമുക്ക് വയ്യാതെ ആകുമ്പോൾ എല്ലാത്തിനും ഒരു കൂടെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു നമുക്ക്. യെസ്. അപ്പോൾ ശ്രീറാം വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ശ്രീറാമിൻ്റെ ഒരു സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞത്. കാരണം ബ്രില്യൻ ടീം ഒപ്പം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പേരൻസിൻ്റെ വളരെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ഈ ഒരു വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് എന്ന് ശ്രീറാം പറഞ്ഞു. അപ്പോൾ ശ്രീറാം, എന്തൊക്കെയാണ് ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിൽ, അതായത് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്കുകളെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താമോ? ഇപ്പോൾ ഇവിടെ വന്നത് IIT എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ടാണ്. അപ്പോൾ ജെയ് അഡ്വാൻസിന് സ്കോർ വരുന്നതേ ഉള്ളൂ. അത് കുഴപ്പമില്ലാതെ എഴുതിയായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല സ്കോർ കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. ഓക്കെ, ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. എന്നിട്ട് ജെയ് മെയിൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് 99.94% ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അപ്പോൾ സെക്കൻഡ് ജെയ് മെയിൻ ഞാൻ എഴുതിയില്ലായിരുന്നു. കാരണം കുഴപ്പമില്ലാത്ത നല്ല പെർസെൻറ്റേജ് കിട്ടി. ഇനി വീണ്ടും അപ്പോൾ ഞാൻ അഡ്വാൻസ്ഡ് ഫോക്കസ് ചെയ്യായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പഠിച്ചതും. അപ്പോൾ റാങ്ക് എനിക്ക് ജെയ് മെയിനിൽ 747 ആയിരുന്നു. പിന്നെ കുസാറ്റിൻ്റെ എക്സാം എഴുതിയായിരുന്നു. കുസാറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 8 ആയിരുന്നു. പിന്നെ കീമിൻ്റെ സ്കോർ മാത്രമേ വന്നിട്ടുള്ളൂ, പക്ഷേ എൻ്റെ റാങ്കൊന്നും വന്നിട്ടുമില്ല. പിന്നെ ഫസ്റ്റ് ജെയ് മെയിനിൽ എനിക്ക് ഫിസിക്സിൽ 100% ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് നമ്മുടെ ഈ ഒരു ബ്രില്യൻ ഫാമിലിയിലേക്ക് നമ്മുടെ ശ്രീറാം വന്നിരിക്കുന്നത്. ഫാമിലിയൊക്കെ ആയിട്ടാണ് എല്ലാവരും ഒക്കെ ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായി ഇന്നുകൊണ്ട് ഇന്ന് ബ്രില്യൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനൊരു നമ്മൾ പഠിപ്പിച്ച് വിട്ട, അല്ലെങ്കിൽ ഈ നേട്ടങ്ങളൊക്കെ സമ്മാനിച്ച് വിട്ട ഒരു ക്യാമ്പസിലേക്ക്, അല്ലെങ്കിൽ ഒരു കലാലയത്തിലേക്ക്, നമ്മൾ ബ്രില്യൻറ്റിൽ പറയുമ്പോൾ ബ്രില്യൻ ഫാമിലിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനും കൂടിയാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബ്രില്യൻ ഫാമിലി ഒരു വർഷക്കാലം എങ്ങനെയായിരുന്നു ശ്രീറാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? അപ്പോൾ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹോസ്റ്റൽ ലൈഫ് നമുക്ക് മെൻഷൻ ചെയ്യാം. കാരണം അതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ പഠനത്തിലാവട്ടെ, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു മേഖല തന്നെയാണ് അല്ലേ, ഹോസ്റ്റൽ സുഹൃത്തുക്കളും എല്ലാം. അപ്പോൾ നമ്മുടെ പ്രൊഫസേഴ്സ്, പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ്, അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ശ്രീറാം ഈ ഒരു വർഷക്കാലം ഉടനീളം കടന്നു പോയത്. ആൻഡ് IIT എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നതും ഈ ഓരോ കടമ്പകളും കടന്നുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്ന ശ്രീറാം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ബ്രില്യൻറ്റ്?
പ്രിപ്പറേഷനിൽ ത്രൂ ഔട്ട് ഓൾമോസ്റ്റ് കുറേ സമയം നമ്മൾ ഹോസ്റ്റലിൽ തന്നെയാണ് ചിലവഴിച്ചത്. ക്ലാസ്സുകൾ പെട്ടെന്നൊരു 2 months അതിലുള്ള ഡ്യൂറേഷനിൽ തീർന്നായിരുന്നു. പിന്നെ പ്രിപ്പറേഷൻ അനാലിസിസ് എല്ലാം ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ ഞങ്ങളൊരു 5-6 പേര് ഞങ്ങൾ നല്ലൊരു ഗ്യാങ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും പിന്നെ എല്ലാത്തിനും ഞങ്ങളങ്ങനെ നിങ്ങൾ തന്നെ ഒരു ചെറിയൊരു ഗ്യാങ്ങിനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ IIT വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ IIT ഒരു ചെറിയൊരു സംഘം ഉണ്ടായിരുന്നു നിങ്ങൾ IIT ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ സംഘം, ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് ചില സമയത്ത് ഫ്രണ്ട്സിനോട് കിട്ടുന്ന ഫ്രീഡം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് മനസ്സിലാക്കാനും ഫ്രണ്ട്സിനോട് നമുക്ക് ഭയങ്കര ഫ്രീ. പിന്നെ ഈ 5-6 ഫ്രണ്ട്സിലപ്പോൾ ഞങ്ങൾ 5-6 മിക്കവാറും ചില ക്വസ്റ്റ്യനൊക്കെ അപ്ലൈ ചെയ്യുക 6 അപ്രോച്ച് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബാക്കിയുള്ള അപ്രോച്ചൊക്കെ നമുക്ക് കാണാനും പറ്റും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ പ്രശ്നം വന്ന് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഞങ്ങൾ അങ്ങനെ മ്യൂച്വൽ ഹെൽപ്പ് ഭയങ്കരമായിരുന്നു. ഞങ്ങൾ ഭയങ്കര കൺസ്ട്രക്റ്റീവായിട്ടും പിന്നെ അതേസമയത്ത് കോമ്പറ്റീറ്റീവായിട്ടും ഒരു ഗ്രൂപ്പായിരുന്നു. അത് ഒരു ഹെൽത്തി കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു. ഭയങ്കര കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പൊക്കെ ചെയ്ത് ഇപ്പോൾ മാർക്ക് കുറഞ്ഞാൽ അവർ നമുക്ക് കുഴപ്പമില്ല അടുത്ത തവണ അടിക്കുന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര നമുക്ക് മോട്ടിവേഷൻ ചെയ്യുക. സോ ഹോസ്റ്റൽ ലൈഫ് ശരിക്കും വണ്ടർഫുൾ ആയിരുന്നു. ഞാൻ പ്രതീക്ഷയെക്കാട്ടൊക്കെ അത്ര അടിപൊളിയായിരുന്നു ഹോസ്റ്റൽ. ഞാൻ ഹോസ്റ്റലിൽ ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഉറപ്പില്ല, ഈ കേൾക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും അങ്ങനെയൊക്കെ. അതിവിടെ വരുന്ന കുട്ടികൾ, അതായത് നമ്മുടെ ഈ ഒരു ബെർലിനിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചില കുട്ടികൾ ഇങ്ങനെ പറയാറുണ്ട് അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഫ്രീഡം ഇല്ല. പക്ഷേ എന്താണ് ശ്രീറാമിനെ ഫെൽറ്റ് ചെയ്തിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് ഹോസ്റ്റലിൽ ശരിക്കും നമ്മൾ ഇവിടെ വന്ന മെയിൻ പർപ്പസ് നമുക്ക് ആ ഒരു IIT അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ്. അപ്പോൾ അതേ സമയത്ത് നമുക്ക് ഫുൾ ടൈം ഇരുന്ന് ഇങ്ങനെ പഠിക്കാനും അത് നമുക്ക് പറ്റില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള എൻജോയ്മെൻറ്റുള്ള ഫ്രീഡം ഒക്കെ എല്ലാ ഹോസ്റ്റലിലും ഉണ്ട്, ഉള്ളിൽ ഹോസ്റ്റലിലുണ്ട്. അപ്പോൾ അവിടെ വാർഡന്മാർ സ്ട്രിക്റ്റ് ആണ്. പഠിക്കുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മെസ്സിലൊക്കെ അപ്പൊക്കെ എല്ലാവരും അങ്ങനെ വലിയ ഭയങ്കര സ്ട്രിക്റ്റ് അങ്ങനെയില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സ്റ്റഡി അവേഴ്സ് ഉണ്ട് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ. ആ സമയത്ത് നമ്മൾ സ്ട്രിക്റ്റ് തന്നെയാണ്. പക്ഷേ അഗെയിൻ അവർ വാർഡൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ത്രൂ ഔട്ട്. പിന്നെ ഹോസ്റ്റൽ ലൈബ്രറി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അവിടെ എല്ലാ IIT JEE പ്രിപ്പറേഷന് വേണ്ട എല്ലാ ബുക്സും അവിടെ ഇങ്ങനെ ഹോസ്റ്റലിൽ തന്നെയുണ്ട്. സോ ഇപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം നമുക്ക് പോസിബിളി ഒരാൾക്ക് ഇത്രയും ബുക്ക് കൈ വയ്ക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നടന്ന് കയറി പോകാവുന്ന ദൂരെ തന്നെ, അല്ലെങ്കിൽ ക്യാമ്പസിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പോയിട്ടുണ്ട്. നമ്മൾ ഹോസ്റ്റലായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ബുക്സ് അങ്ങനെ നല്ലോണം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ബ്രില്യൻ്റ് പ്രൊഫസേഴ്സൊക്കെ ഭയങ്കര, അവരുടെ ക്ലാസ്സസൊക്കെ ശരിക്കും അടിപൊളിയായിരുന്നു. നമുക്ക് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടും പലതും മനസ്സിലാക്കാനും, പിന്നെ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായി തോന്നിയ അവരുടെ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആ ഒരു ഇതാണ്. എല്ലാ മോഡൽ എക്സാം കഴിഞ്ഞിട്ടും അവരുടെ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ അവരെങ്ങനെ ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം മാസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ മാസ്റ്റർ ചെയ്ത ആൾക്കാർ എങ്ങനെ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ ഒരു വഴിയാണ്. അപ്പോൾ അവർ ശരിക്കും മാസ്റ്റർ ചെയ്തപ്പോൾ അവരുടെ മെത്തേഡിൽ അവരെങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണം അവരുടെ ഒരു മെത്തേഡ് കണ്ടിട്ട് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ അറിയാത്ത പുതിയ പുതിയ കാര്യങ്ങൾ ഈ ഡിസ്കഷനിൽ ഭയങ്കരമായിട്ട് കളിക്കുമായിരുന്നു. ഒരു ഡൗട്ട് ക്ലിയറൻസിന് സാർമാർ വരുമ്പോഴും അവർ ഹോസ്റ്റലിൽ തന്നെ വരുമായിരുന്നു ഡൗട്ട് ക്ലിയറൻസിന്. പ്രൊഫസേഴ്സ് ത്രൂ ഔട്ട് നമ്മളുടെ സബ്ജക്റ്റിൽ ആ ഒരു ഇൻട്രസ്റ്റും ആ നോളജും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു 10 months പീരീഡിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് എന്നെ ഏറ്റവും അധികം സഹായിച്ച അതിൽ മാത്സിൽ MP റാവു സർ എന്ന് പറഞ്ഞ സാറ് ഇടയ്ക്കിടയ്ക്ക് 15 days ഇവിടെ വരുമായിരുന്നു. അപ്പോൾ സാറ് ഭയങ്കരമായിട്ട് കുറേ വർക്ക്ഷീറ്റ് നമുക്ക് തരികയും പിന്നെ നമുക്ക് സബ്ജക്റ്റ് എങ്ങനെ ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള പല ടിപ്സൊക്കെ തന്ന് സാറ് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് പ്രിപ്പറേഷൻ. അഡ്വാൻസ്ഡൊക്കെ ആകുമ്പോൾ ഭയങ്കര മെൻ്റൽ സപ്പോർട്ടും സാറ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രിക്ക് CVR സാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട്. നമുക്ക് കെമിസ്ട്രിയിൽ എനിക്ക് ചില പോർഷൻസ് വീക്കായിരുന്നു, ചില പോർഷൻസ് കുഴപ്പമില്ല, പക്ഷേ ചില പോർഷൻസ് വീക്ക്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് വന്നതിന് ശേഷം സാർ അത് ഡൗട്ട് ക്ലിയറൻസിന് മുമ്പ് തന്നെ സാർ ഏകദേശം ആ ചാപ്റ്റർ മൊത്തം പെട്ടെന്ന് കവർ ചെയ്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് സാറ് ഭയങ്കര ഹെൽപ്പ് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. പിന്നെ ഫിസിക്സിൽ കിഷോർ സാറ് ഭയങ്കരമായിട്ട് സാറ് ഞങ്ങളുടെ ഹോസ്റ്റലായിരുന്നു. സോ ഹോസ്റ്റലായതുകൊണ്ട് തന്നെ കുറേ ഇൻട്രാക്ഷൻ പോസിബിൾ ആയിരുന്നു സാറായിട്ട്. ഏത് സമയത്ത് സാറിന് ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. സാറ് ത്രൂ ഔട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവസാനമൊക്കെ ആകുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ സാറിനോട് പോയി സംസാരിക്കും. കാരണം ഈ പ്രോസസ്സിൽ ടെൻഷൻ ഡെഫിനറ്റ്ലി ത്രൂ ഔട്ട് ഉണ്ട്, ടെൻഷൻ ഇല്ല എന്നും പറയാം. പക്ഷെ അത് സാറിന്റെ മറുപടി എന്തായിരുന്നു? കിഷോർ സാർ എന്താണ് സാറ് പറഞ്ഞാൽ നീ വർക്ക് ചെയ്യുന്നുണ്ട്, നീ എഫേർട്ട് ഇടുന്നുണ്ട്, നീ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ നിനക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഇപ്പോൾ ഇത് നമുക്ക് ആ സമയത്ത് നമ്മൾ വിചാരിക്കും ഇതന്നെയല്ലേ എപ്പോഴും ഇങ്ങനെ എല്ലാ സാറുമാരും പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ കുറേ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എക്സാം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും അവർ പറഞ്ഞത് ശരിയാണ്. നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ റിസൾട്ട്
കിട്ടും. സാറ് ഭയങ്കര, പിന്നെ മാത്സ് സണ്ണി സാർ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട്, സാറ് ഇങ്ങനെ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ ഡൗട്ട് ആൻസർ പോകുമ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ എനിക്ക് മെസ്സേജ് അയക്കാതെ ഈ ക്വസ്റ്റ്യൻ നീ ചെയ്ത് നോക്ക്, ഇത് എങ്ങനെയുണ്ട്, അങ്ങനെ സാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട്. അപ്പോൾ ഇത്രയും നേരം ശ്രീറാം നമ്മളോട് പറഞ്ഞത് നമ്മുടെ ഒരു ബ്രില്യൻ ഫാമിലിയുടെ സപ്പോർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിനുമുപരി ഇതിൽ വലിയൊരു പ്രധാന ഘടകമാണ് സെൽഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതിൽ ശ്രീറാം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ നമുക്കറിയാം ഇനി വരുന്ന വർഷങ്ങളിൽ ജെഇമെയിനും അഡ്വാൻസ്ഡിനും ഒക്കെ നല്ല സ്കോർ മേടിച്ച് നിങ്ങളെപ്പോലെ IIT ലക്ഷ്യം കാണുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഒരു മാതൃകയാക്കാവുന്നല്ലോ. എങ്ങനെയായിരുന്നു ശ്രീറാമിൻ്റെ ഒരു പ്രിപ്പറേഷൻ? ഇപ്പോൾ സെൽഫ് പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ കൃത്യമായിട്ടൊന്നും ഇത്ര മണിക്കൂർ പഠിക്കും അങ്ങനെയായിരുന്നില്ല. ഞാൻ ടാർഗറ്റ്സ് ഇങ്ങനെ വെക്കണം, ഇന്ന ടോപ്പിക് പഠിച്ചു തീർക്കണം അങ്ങനെയായിരുന്നു. ഞാൻ ടോപ്പിക് വൈസ് ആയിരുന്നു. കാരണം അവേഴ്സ് ചില സമയത്ത് നമ്മൾ എഫക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഒരേ ടോപ്പിക് എടുക്കാൻ കുറേ മണിക്കൂർ എടുക്കും. പക്ഷേ അതുകൊണ്ട് കാര്യം നമ്മളെ ടോപ്പിക്സ് എപ്പോഴും പെൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് ആയിരുന്നു ഞാൻ അങ്ങനെ ഡിസൈഡ് ചെയ്തത്. ഇന്ന ദിവസം ഇന്ന 3 ടോപ്പിക്, ഇനി 4 ടോപ്പിക് പഠിച്ചു തീർക്കണം. അപ്പോൾ ഞാൻ ഓൺ ആൻ ആവറേജ് ഒരു 10 hours അല്ലെങ്കിൽ 9 to 10 hours ഞാൻ പഠിക്കുമായിരുന്നു. ഫോക്കസ്ഡ് ആയിട്ട് അത് വരുമ്പോൾ ഒരു 8 അല്ലെങ്കിൽ 7.5 ചുരുങ്ങും കംപ്ലീറ്റ് ഫോക്കസോടെ. ബാക്കിയുള്ള സമയം നമുക്ക് ആ ഒരു പഠിത്തത്തിലേക്കൊന്ന് ആ ട്രാക്കിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കുമ്പോൾ അതിൽ അങ്ങനെ പോകും. അപ്പോൾ ഈ 10 hours പഠിക്കുമ്പോൾ അഗെയിൻ ഞാൻ സബ്ജക്ട് വൈസ് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫിസിക്സ് 3 hours അങ്ങനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. ആ സമയത്തുള്ള നീഡ് എന്താണോ അതനുസരിച്ച് ഞാൻ അലോക്കേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നാളെ എന്തെങ്കിലും എക്സാം ഉണ്ടെങ്കിൽ ആ എക്സാമിൻ്റെ ടോപ്പിക്സ് എന്താണോ അത് ഞാൻ അങ്ങനെ കവർ ചെയ്യുമായിരുന്നു. എന്നാലും കുറച്ചെങ്കിലും എഫേർട്ട് എടുത്ത് പഠിക്കണം എന്നുള്ളൊരു സബ്ജക്റ്റ് ഏതായിരുന്നു? അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ ചിലവർക്ക് മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി അതിൽ അങ്ങനെ. ഇപ്പോൾ എൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് 3 സബ്ജക്റ്റായിട്ടും അങ്ങനെ എനിക്ക് 3 ഈക്വലി, ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് 3 ഈക്വലി ഒരേ ലെവലിലായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ ഒന്നും ഈസി ആകുമ്പോൾ 3 ഈസി ആവും, ഹാർഡാവും 3 ഹാർഡാവും. അപ്പോൾ മാർക്ക് നോക്കണമെങ്കിൽ എല്ലാം ഒരേ റേഞ്ച്, ഒരു +-3 ആയിരിക്കും. കെമിസ്ട്രി, ബേസിക്സ്, മാത്സ് എല്ലാം അടുത്തടുത്തുള്ളൊരു സ്കോർസിലായിരിക്കും. സോ എനിക്ക് അങ്ങനെ വലിയൊരു സബ്ജക്റ്റായിട്ട് അറ്റാച്ച്മെൻ്റ് ആയിട്ട് അങ്ങനെ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. അവസാനമായപ്പോൾ എന്തോ കാരണം കൊണ്ട് മാത്സിലോട്ട് ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് വന്ന് തുടങ്ങി. പക്ഷേ അതുകൊണ്ട് ചില എക്സാമിൽ പണിയും കിട്ടി. കാരണം മാത്സ് ടഫായിരുന്നു ചില എക്സാംസിൽ. അപ്പോൾ നമ്മൾ അതിൽ കുറേ സമയം ഇൻവെസ്റ്റ് അവസാനം മാർക്ക് ഉണ്ടാവുകയായിരിക്കും ചില സമയത്ത്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ചില പീരീഡിൽ എനിക്ക് ഫിസിക്സിൽ കൂടുതൽ സമയം കൊടുക്കണം. അപ്പോൾ ഞാൻ ഫിസിക്സിന് ഒരു 4 hours ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ കെമിസ്ട്രി ഞാൻ ചുരുക്കും, മാത്സിന് അതനുസരിച്ച് ചുരുക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു പഠിച്ചത്. അങ്ങനെ കൃത്യമായിട്ട് ഞാൻ ഇത്ര മണിക്കൂർ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ടോപ്പിക്സ് വൈസിനായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പോൾ സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഫിസിക്സിൽ ബ്രില്യൻ്റ് തരുന്ന ഈ റെസണൻസിൻ്റെ മെറ്റീരിയൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതിൽ തിയറിയും അടിപൊളി. പിന്നെ അപ്പോൾ ആദ്യം ഞാൻ നോക്കുക ലെക്ചർ നോട്ട്സ് നോക്കും. അപ്പോൾ നമ്മുടെ സാറന്മാർ ഇവിടെ ബ്രില്യൻ്റെ സാറന്മാരെടുത്ത ലെക്ചർ നോട്ട് എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും. ജെഇമെയിൻ്റെയും അഡ്വാൻസിൻ്റെയും ഫുൾ സിലബസ് അവർ കവർ ചെയ്യും. അപ്പോൾ അതിലെ ലെക്ചർ നോട്ട്സ് വായിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമുക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ ഏകദേശം ഒരു ടിപ്സിലുണ്ടാവും. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് റെസണൻസിൽ ചെയ്യും. അപ്പോൾ റെസണൻസ് ആദ്യം ലെവൽ 1 വെച്ച് തുടങ്ങും. പിന്നെ ചെയ്ത് നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് പ്രീവിയസ് ഇയർ ചെയ്ത് നോക്കും. പിന്നെ മെയിൻസ് പ്രീവിയസ് ഇയർ ചെയ്ത് നോക്കും. പിന്നെ അതിനിടയ്ക്ക് ALP അതിൽ അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് കൊണ്ട് ലാസ്റ്റ് ഒരു സെക്ഷൻ തരാറുണ്ട്. അത് എപ്പോഴും ടഫായിരിക്കും. അതിനും ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം റെഡിയാകും. പിന്നെ ഒരു സബ്ജക്റ്റിലെ പ്രിപ്പറേഷനും നമ്മളുടെ ഈ ഏത് ബുക്ക് സോൾവ് ചെയ്യുന്നത് മാത്രമൊന്നും തീരില്ല. കാരണം നമ്മൾ ഈ മോഡൽ എക്സാം എഴുതുമ്പോഴാണ് നമ്മൾ പഠിക്കുക ഇന്ന കോൺസെപ്റ്റ് എനിക്ക് അറിയാം. കാരണം കോൺസെപ്ച്വലി മാത്രം അങ്ങനെയല്ല. അവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ അവർ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇന്ന കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്കത് കത്തണം. അത് കത്തിയാലേ നമുക്ക് എക്സാം, ഇപ്പോൾ JEE അഡ്വാൻസ് പോലത്തെ ഒരു എക്സാമിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻ എക്സ്പോഷർ അത് നമുക്ക് കിട്ടും നമ്മൾ എക്സാംസിലൂടെ. അപ്പോൾ എക്സാംസിൽ ആ ഡിസ്കഷൻസ് സാറുമാർ വീഡിയോ ഡിസ്കഷൻസ് എല്ലാ പരീക്ഷയും കഴിഞ്ഞിട്ട് ഇടാറുണ്ട്. അപ്പോൾ ആ വീഡിയോ ഡിസ്കഷൻസ് കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഓക്കെ ഇന്ന ടോപ്പിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും നമ്മളെ തരില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് ഐഡിയാസ് നമുക്ക് സ്റ്റോക്കായിട്ട് ഫിസിക്സിൽ വെക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ മെക്കാനിക്സിന് ഞാൻ ഇറോഡോ എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഫിസിക്സിനെ സംബന്ധിച്ച് ഇത്രയൊക്കെ തന്നെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പിന്നെ കെമിസ്ട്രിയെ പറ്റി പറയുമ്പോൾ കെമിസ്ട്രി എനിക്ക് ചെറുതായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ഫിസിക്കലിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇനോർഗാനിക്കിലും ചെറിയ പ്രോബ്ലംസ്. ഓർഗാനിക് എനിക്ക് അത്യാവശ്യം സ്മൂത്ത് ആയിരുന്നു. ഓർഗാനിക് പഠിച്ച സമയത്ത് എന്തോ കറക്റ്റായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് വലിയ പ്രശ്നം പറ്റിയില്ല. പക്ഷേ ഫിസിക്കലി ഇനോർഗാനിക്കും ചെറിയ ടോപ്പിക്സ് അവിടെ ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് റെസണൻസിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് വീണ്ടും ഞാൻ ഉപയോഗിച്ചത്. ഇവർ തരുന്ന മെറ്റീരിയൽ മൊത്തം നമ്മൾ നന്നായിട്ട് സിൻസിയറായിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും എക്സാമിനേഷൻ ഒരു പ്രശ്നം വരില്ല. എക്സാംസ് നമ്മൾ ചെയ്ത് അനലൈസ് ചെയ്യണം. ആ അനലൈസിസ് നമ്മൾ വിടുമ്പോഴാണ് നമുക്ക് എക്സാമിൽ ന്യൂ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രഗിൾ വരും. അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും, നമ്മൾ ഓൺ ട്രാക്ക് ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ലെക്ചർ നോട്ട്സ് ഇതേ പ്രൊസീജിയർ ഞാൻ നോട്ട്സ് ആദ്യം റിവൈസ് ചെയ്യും. പിന്നെ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത് നോക്കും. ക്വസ്റ്റ്യൻസ് കിട്ടാത്തപ്പോൾ സൊല്യൂഷൻ ഞാൻ നോക്കുമായിരുന്നു. ഇപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രിയെ സംബന്ധിച്ച് കുറേ ഓർക്കാനുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് എക്സാം ഡേക്ക് വരുമ്പോൾ നമുക്ക്
പ്രശ്നം. നമ്മളാരെങ്കിലും അത് ഓർമ്മയില്ല, ഇത് ഓർമ്മയില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കണം, നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അവസാനം നമ്മൾ ഷോർട്ട് നോട്ട്സ് നോക്കാൻ സമയം ഉണ്ടാവും. കാരണം നമുക്ക് ബുക്ക് എടുത്ത് നോക്കാനുള്ള നമുക്ക് ആ മെൻ്റൽ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കത്തില്ല. നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് നോക്കി തീർക്കാവുന്ന മാക്സിമം തീർക്കാൻ നമുക്ക് ഒരു ദിവസം എക്സാമിന് മുന്നുള്ള ദിവസം എല്ലാവർക്കും അറിയാം, നമുക്ക് ഭയങ്കര ടെൻഷൻ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാവുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ റെഡിയാക്കി വെക്കുക. അവസാനത്തേക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. മാത്സിനെ പറ്റി പറയുകയാണെങ്കിൽ മാത്സ് ശരിക്കും ടഫ് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക തന്നെ ആണ് ഒരു വഴി. കാരണം ഇപ്പോൾ നമുക്ക് ജെയ്മെയിനാണെങ്കിലും ചില എക്സാംസിലൊക്കെ നല്ല ടഫായിട്ടാണ് മാത്സ് ചോദിക്കാറുണ്ട്. ഭയങ്കര ടഫായിട്ട് ചോദിക്കുന്ന പേപ്പറിന് ചിലത് കുഴപ്പമില്ല ചോദിക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് ഏകദേശം ഉറപ്പിച്ച് പറയാൻ മാത്സ് എപ്പോഴും ടഫായിരിക്കും. എപ്പോഴെങ്കിലും അവർ മാത്സ് എളുപ്പമാക്കുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ വർഷവും മാത്സ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ടഫാക്കിയിട്ട് അവർ വരുന്നുള്ളൂ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് തന്നെ. പക്ഷേ ഹാർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും 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 ചെയ്ത് നമുക്ക് ആ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. നമ്മൾ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ എക്സ്പോഷർ നമ്മൾ തന്നെ കൂട്ടണം. അതിന് നമ്മൾ റെസണൻസിൻ്റെ മെറ്റീരിയൽ ഇപ്പോൾ ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യും, അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊക്കെ ഐഡിയ കിട്ടും. പിന്നെ ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞ ബുക്കുണ്ട്, മാത്സിന് ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ ആ ബുക്ക് ഭയങ്കര അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു നമുക്ക് തന്നെ ഫീലിംഗ് വരും. ഓക്കെ, നമുക്ക് അറിയാം എന്നുള്ളൊരു ഫീലിംഗ്. നമുക്ക് അതിൽ ക്വസ്റ്റ്യൻസ് കിട്ടാത്തത് നമ്മൾ ഇവിടുത്തെ പ്രൊഫസേഴ്സിനോട് ഡൗട്ട് ചോദിച്ചാൽ തന്നെ അവർ നമുക്ക് ക്ലിയർ ചെയ്ത് തരാറുമുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ മാത്സ് എനിക്ക് മാത്സ് കഴിഞ്ഞ വർഷം ഞാൻ ഈ വർഷം റിപ്പീറ്റ്, പക്ഷേ കഴിഞ്ഞ വർഷം എനിക്ക് മാത്സിൽ അഡ്വാൻസ്ഡ് മാർക്ക് കുറവായിരുന്നു. എനിക്ക് മാത്സിലാണ് റിലേറ്റീവ്ലി മാർക്ക് കുറവ്. മാത്സ് കുറേ കൂടി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇവിടെ വന്നപ്പോൾ മുതലേ എൻ്റെ തലയിലുള്ളൊരു കാര്യമാണ് മാത്സ് കുറച്ചും കൂടി ചെയ്യണം. കാരണം അവസാനം റാങ്ക് ഇപ്പോൾ രണ്ടുപേർക്ക് സെയിം സ്കോർ വന്നാലും മാത്സിൻ്റെ സ്കോറാണ് അവർ പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് ഇവിടെ വന്ന ശേഷം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്സ് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത് എക്സാം ഹോളിൽ. മാത്സിൽ അത് സംഭവിക്കും. കാരണം മാത്സ് പലരും ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മെൻ്റൽ സ്റ്റാമിന ഉണ്ടാവില്ല. ചിലർ മാത്സ് നടുവിൽ എത്തും, പക്ഷേ ചിലർ മാത്സ് ലാസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നവർക്ക് പൊതുവേ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ആ എനർജി, നമുക്ക് ആ ഫൈറ്റ് ചെയ്യാനുള്ള എനർജി നമ്മളില്ലെങ്കിൽ നമുക്ക് പല ക്വസ്റ്റ്യനും കിട്ടില്ല. നമുക്ക് പല ക്വസ്റ്റ്യനും നമ്മൾ ഇരുന്ന് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് മാത്സ് ചെയ്യേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ശ്രീറാം, നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു എക്സാം പരമ്പരയുടെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മുടെ എക്സാം ഹാളിലേക്ക്, റിയൽ ജെയ്മീനാവട്ടെ അല്ലെങ്കിൽ ജി അഡ്വാൻസിൻ്റെ എക്സാം ഹാളിലേക്ക് ചെല്ലുന്ന വിദ്യാർത്ഥികൾ ഇറങ്ങി വരുമ്പോൾ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ചില സബ്ജക്റ്റുകൾ പാടായിരുന്നുവെങ്കിലും ബ്രില്യൻറ്റ് നടത്തിയ മോഡൽ എക്സാമുകളുടെ അത്രയും പാടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം ഹാളിൽ പെർഫോം ചെയ്തു. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിരവധി വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടുകയുണ്ടായി. ശ്രീറാമിന് എന്തായിരുന്നു തോന്നിയിരുന്നത് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ? എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ബ്രില്യൻറ്റിൽ പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും ഫീൽ ചെയ്യാൻ പോകുന്നത് സെയിം ആണ്. ഞങ്ങളുടെ മോഡൽ എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫായിട്ട് അവരിടാറുള്ളൂ. അപ്പോൾ നമുക്ക് പലപ്പോഴും വിഷമം വരും സ്കോർ കാണുമ്പോൾ, ഇത്രയും കുറവാണല്ലോ, ഇത്രയും കുറവ്. പക്ഷേ അങ്ങനെ ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് അവർ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും എങ്ങനെയൊക്കെ ടഫ്നെസ് ഓൾട്ടർ ചെയ്താലും നമുക്കൊരു മിനിമം ഇത്രയും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നാലും നമ്മൾ ഇത് കണ്ടതാണ്, നമുക്കൊരു പുതുമയാവില്ല. അല്ലെങ്കിൽ ആ ടെൻഷനിൽ എക്സാം ഹാളിൽ ഇത്രയും ടഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യമായിട്ട് സപ്പോസ് ഇവിടെയുള്ള എക്സാംസ് എല്ലാം ഈസി ആയിട്ട് അവസാനത്തെ എക്സാം മാത്രം ടഫാണ്. ആ ടഫ് എക്സാം നമ്മൾ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി പാനിക് ആവും. ആ ടെൻഷനിൽ നമുക്ക് സംഭവം കൈവിട്ട് പോകും പിന്നെ മൊത്തം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത്രയും ടഫ് എക്സാം എഴുതിയിട്ട് അവിടെ ടഫാണെങ്കിൽ ഫൈൻ, നമ്മൾ ഓൾറെഡി കണ്ടതുപോലെ. ഈസി ആണെങ്കിൽ പിന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക്. അതിൻ്റെ കോൺഫിഡൻസ് ലെവലിൻ്റെ ഡബിളാണ്. അപ്പോൾ അത് നമുക്ക് കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു സംഭവമാണ്. നമുക്ക് പക്ഷേ പ്രിപ്പറേഷൻ ടഫായിരിക്കും. കാരണം എല്ലാ എക്സാം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ടഫ് എക്സാംസ് എഴുതുമ്പോൾ നമുക്ക് മെൻ്റലിയും കൂടി നമുക്ക് വിഷമം വരും. നമുക്ക് സ്കോർ അത്രയും കിട്ടുന്നില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവസാനം നമുക്ക് അത് നല്ലതായി തീരും. ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം പൊതുവെ എപ്പോഴും നല്ല ടഫായിട്ടാണ് അവരിടാറ്. ഓക്കെ, അതിൽ ഇപ്പോൾ എക്സാം ഹാളിൽ ശ്രീറാം കീപ്പ് ചെയ്തൊരു എക്സാം സ്ട്രാറ്റജി ഉണ്ടല്ലോ. അതായത് ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്തതിലാവട്ടെ, സബ്ജക്റ്റ് ഏതാദ്യം ചെയ്യണം എന്നുള്ളത് തിരഞ്ഞെടുത്തതിലാവട്ടെ, അതെന്തായിരുന്നു? അതും കൂടെ ഒന്ന് പറയാം. ഇപ്പോൾ സബ്ജക്റ്റ് ഞാൻ ആദ്യം ഫിസിക്സ് ആണ് ചെയ്യാറ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, PCM എന്നായിരുന്നു എൻ്റെ ഓർഡർ. പക്ഷേ ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അവരുടെ കംഫർട്ടുള്ള രീതിയും അവരുടെ സ്ട്രെങ്ത്തും അതൊക്കെ അനുസരിച്ച്, സ്ട്രെങ്ത് വീക്ക്നെസ് ഒക്കെ അനുസരിച്ചിട്ട് വേണം അവർ തീരുമാനിക്കണം ഏത് സബ്ജക്റ്റ് ഫസ്റ്റ് എടുക്കണം. അപ്പോൾ ഞാൻ ഫിസിക്സ് ഫസ്റ്റ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫിസിക്സിൽ പൊതുവേ കുറച്ചുകൂടി ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് വേണ്ട രീതിയിലാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ജെ അഡ്വാൻസിന് പ്രത്യേകിച്ച് അവർ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് വേണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഫ്രഷ് മൈൻഡിലിരിക്കുമ്പോഴാണ് നമുക്ക് അതൊക്കെ നമ്മളൊന്ന് ആലോചിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ ടുവേർഡ്സ് എൻഡൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ടയേർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മളുടെ ബ്രെയിനെ കുറിച്ച് അങ്ങനെ ആലോചിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. സോ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഫിസിക്സ് ആദ്യം വെച്ചത്. കെമിസ്ട്രി നടുവിൽ ഞാൻ ജസ്റ്റ് അപ്പോൾ ഫിസിക്സ് 1 hour ഞാൻ ഫസ്റ്റ് തീർക്കാൻ നോക്കും. സപ്പോസ് ഫിസിക്സ് ഈസിയാണ്, കുറച്ചും കൂടി സ്കോറബിൾ ആണെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ 1 hour 10 minutes 15 minutes ആക്കും. എന്നിട്ട് കെമിസ്ട്രി ഞാനൊരു 35 അല്ലെങ്കിൽ 40 minutes 45 minutes ചുരുക്കാൻ നോക്കും. അപ്പോൾ മാത്സിന് 1 hour, മാത്സിന് മിനിമം 1 hour കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു
എൻ്റെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവും. കാരണം മാത്സ് അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു ടൈം പറഞ്ഞല്ലോ അത് ഇങ്ങനെയായിരുന്നു, ഇത് പ്ലാൻ ചെയ്തതാണ് അല്ലേ? അത് ഇവിടുത്തെ ഓരോരോ മോഡൽ എക്സാം എഴുതി ഓരോരോ പരീക്ഷണം നടത്തും, ചിലത് പാടും, ചിലത് സക്സസ്ഫുൾ ആവും. ഓക്കെ, റിയൽ എക്സാം ഹാളിൽ ഈ പ്ലാനിങ് വർക്ക്ഔട്ട് ആകും? റിയൽ എക്സാം ഹാളിൽ എനിക്ക് വർക്കൗട്ട് ആയെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം ഫിസിക്സ് എടുത്തത് ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തിങ്കിങ് ആ മൈൻഡിലുള്ളപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഓൾറെഡി ചെയ്ത സബ്ജക്ട്സ് നമ്മളെ തലയിൽ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ മാത്സ് ആകുമ്പോൾ പലതും, ഇപ്പോൾ മാത്സ് ഓൾറെഡി ടഫാണ്, അത് ഏകദേശം നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. മാത്സ് എപ്പോഴും ജെ അഡ്വാൻസിൽ പൊതുവേ ടഫായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് സ്കോറിംഗ് ഏരിയ മാത്സ് അപ്പല്ല. മാത്സ് ഏറ്റവും കൂടുതൽ സ്കോർ നമുക്ക് എല്ലാവർക്കും കിട്ടാൻ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ആണെന്ന് നമ്മൾ മൈൻഡിൽ ഫിക്സ്ഡ്. പക്ഷേ ഇതൊക്കെ മാറാം. ഇപ്പോൾ ഏതെങ്കിലും എക്സാമിൽ സപ്പോസ് അടുത്ത വർഷം ജെ അഡ്വാൻസിൽ എളുപ്പമാക്കാം, അപ്പോൾ നമ്മൾ ഇത് സംഭവം ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. അത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ല, അപ്പം നമ്മൾ എക്സാം ഹാളിൽ ചെന്ന് നമ്മൾ സബ്ജക്ട്സ് ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലാൻസ് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് ഫിസിക്സ് ഇങ്ങനെ ഇത്തവണ കുറച്ച് പോകണം, ഓക്കെ കെമിസ്ട്രി ഇങ്ങനെയാണ്, മാത്സ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. എന്നിട്ട് നമ്മൾ ആ സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാം. ഓക്കെ. അപ്പോൾ പക്ഷേ ജെയ് മെയിൻ ഞാൻ ആദ്യം ചെയ്ത കെമിസ്ട്രി ആയിരുന്നു. എക്സാക്ട്ലി. ജെയ് അഡ്വാൻസ് ആദ്യം ചെയ്ത ഫിസിക്സ് ആയിരുന്നു. പിന്നെ ഞാൻ ആ 45 മിനിറ്റ്സിൽ ഞാൻ കെമിസ്ട്രി ചെയ്തു. പിന്നെ മാത്സ് ഞാൻ ലാസ്റ്റ് ആയിരുന്നു ചെയ്തത്. മാത്സ് ലാസ്റ്റ് ചെയ്ത് നന്നായി എനിക്കിപ്പോൾ തോന്നുന്നു. മാത്സ് അത്യാവശ്യം നല്ല ടഫായിരുന്നു. അപ്പോൾ എനിക്ക് മാത്സ് കുറച്ച് ചെയ്യാൻ പറ്റാത്ര ചെയ്തു. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും കുറച്ചുകൂടി ചെയ്യാൻ പറ്റും ആദ്യം എടുത്തുകൊണ്ട്. സപ്പോസ് ഞാൻ അതർവേ പോയിരുന്നെങ്കിൽ ഞാൻ പെട്ടാൻ. ശ്രീറാം ഈ ടഫായിരുന്നു എന്ന് പറയുന്നത് സാധാരണ എല്ലാ വിദ്യാർത്ഥികളും പറയുന്നത് പോലല്ല. ശ്രീറാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അല്ലേ, ഭയങ്കര, അതായത് ശ്രീറാമിനൊരു വളരെ കോൺഫിഡൻസ് ലെവലിൽ നിന്നുകൊണ്ട് തന്നെ മാത്സിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തു. ഇപ്പോൾ ടഫായിരുന്നു എന്ന് പറയുന്നത് ഭയങ്കരമായി എക്സാം പാടായിരുന്നു എന്നല്ല. ഇപ്പോൾ ഈ വർഷം ജെ അഡ്വാൻസ് ആണെങ്കിൽ മാത്സ് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരുന്നു. പിന്നെ ട്രിക്കി ആയിരുന്നു കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാം അങ്ങനെ ഉദ്ദേശിച്ച പോലെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആവുന്ന രീതിയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ആവുന്ന രീതിയിൽ അതിൻ്റെ പീക്ക് ലെവലിൽ നന്നായിട്ട് അല്ലേ, നമ്മുടെ ബെസ്റ്റ് ഔട്ട്പുട്ട്. ആ ഒരു കാര്യം എനിക്ക് എക്സാം ഹാളിൽ പുറത്തിറങ്ങിയപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഈ 6 hours ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അപ്പോൾ അതെനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. ശ്രീറാം, അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജെയ് മെയിൻ, ജെ അഡ്വാൻസ്ഡ് പോലുള്ള എൻട്രൻസ് എക്സാമുകൾ എന്ന് പറയുന്നത് വളരെ കോമ്പറ്റീഷനുള്ളൊരു മേഖലയാണ് അല്ലേ. ഏകദേശം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ ഒരു എക്സാം എഴുതുന്നത്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഒരു എക്സാം ഹാളിലേക്ക് പോകുന്ന ആ ഒരു സമയത്താവട്ടെ, അതുപോലെ എക്സാമിനോടനുബന്ധിച്ച് വരുന്ന തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് അവരൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്, നമ്മൾ ചെറിയ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. ആ ഒരു ടെൻഷൻ ചിലപ്പോൾ എക്സാം ഹാളിലൊക്കെ ചെല്ലുമ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിലൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ബ്ലാങ്ക് ആവാറുണ്ട് അവർ. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ടെൻഷനൊന്നും കൂടാതെ ഇതിനെ നേരിടാൻ പറ്റും? അതിനെക്കുറിച്ച് എന്താണ് ശ്രീറാമിന് പറയാനുള്ളത്? അപ്പോൾ ടെൻഷൻ നമുക്ക് ഡെഫിനറ്റ്ലി ഇത്രമാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു എക്സാം എഴുതുമ്പോൾ നമുക്ക് അതിന് ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ ടുവേഴ്സ് എൻഡൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും നാളെ എന്താവും, അപ്പോൾ നാളെ എങ്ങനെ ഉണ്ടാവും, നാളെ പേപ്പർ ടഫായിരിക്കും എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ തോട്ട്സൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ വെറുതെ ഇരിക്കുമ്പോഴാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കില്ല. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും നമുക്കിങ്ങനെ എക്സാം ഇങ്ങനെയാവും അങ്ങനെയാവും. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ ഒരിക്കലും ടെൻഷൻ ശരിക്കും പറഞ്ഞ് നോക്കി ശ്രദ്ധിച്ച് നമ്മൾ ശരിക്കും നല്ല ഇൻഡെപ്ത് സ്റ്റഡിയിലിരിക്കുമ്പോൾ നമുക്ക് ടെൻഷനേ ഇല്ല. അതേപോലെ എക്സാം ഹാളിലും അതേപോലെ ആയിരിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പേപ്പർ ടഫോ ഈസി ആയി, പേപ്പർ ടഫാണെങ്കിൽ എനിക്കല്ല എല്ലാവർക്കും ടഫാണ്, പേപ്പർ ഈസി ആണെങ്കിൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പേപ്പർ ടഫാകുമ്പോൾ നമ്മൾ പാനിക് ആവായിരിക്കും, നമ്മൾ ഒറ്റ നമ്മളൊന്ന് പറഞ്ഞാൽ മതി പേപ്പർ എല്ലാവർക്കും ടഫാണ്, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ പേപ്പർ ടഫാണ്. അപ്പോൾ പാനിക് ആവാതിരിക്കാൻ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മൈൻഡ് ഓക്കെ ഫൈൻ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഈ ക്വസ്റ്റൻ എങ്ങനെയാണ്, അപ്പോൾ നമ്മളങ്ങനെ എക്സാം മൂഡിലേക്ക് നമ്മൾ കടന്നു പോകും. അപ്പോൾ കുഴപ്പം അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ പരീക്ഷയിൽ അങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യണം. ഇപ്പോൾ പരീക്ഷയുടെ തലേ ദിവസം എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമുക്ക് ഈ റിവൈസ് ചെയ്ത് ഒരിക്കലും തീരില്ല. ഈ എക്സാമിന് ഒരിക്കലും റിവൈസ് ചെയ്ത് തീരില്ല. നമ്മൾ എത്ര റിവൈസ് നമുക്ക് ഇനിയും തോന്നും നമുക്ക് അത് റിവൈസ് ചെയ്യാനുണ്ട്, ഇത് റിവൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരിക്കലും റിവിഷൻ തീരാത്തൊരു എക്സാമാണ് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജെ അഡ്വാൻസ് അല്ലെങ്കിൽ ജെ മെയിൻസ് എക്സാം. മാക്സിമം നമുക്കറിയാവുന്ന റിവൈസ് ചെയ്യുക. പിന്നെ കുറേയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും നമ്മൾ ഇത് എവിടെയോ പഠിച്ചിട്ടില്ല. അങ്ങനെയാണ് എക്സാംസ് നമ്മൾ ഓപ്ഷൻ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുക. അല്ല എല്ലാം നമ്മുടെ ടിപ്സിലുണ്ടായിട്ടല്ല. കുറേയൊക്കെ നമ്മൾ എവിടെയും കണ്ടതോ കേട്ടതോ മെമ്മറിയിലുള്ളതോ ഇനോർഗാനിക് കെമിസ്ട്രിയൊക്കെ പൊതുവേ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ വായിച്ചതായിട്ട് നമുക്ക് ഓർമ്മ വരും, അപ്പോൾ നമ്മളത് എഴുതും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് നമ്മളൊരു പേപ്പറിൽ എടുത്തിട്ടൊരു പ്ലാൻ ചെയ്യുക. അപ്പോൾ പരീക്ഷ തലേന്നാണെങ്കിൽ നമുക്ക് ഓക്കെ എനിക്ക് ഇന്ന ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്യണം, എന്നിട്ട് ഞാൻ ഇന്ന സമയത്ത് ഞാൻ കിടന്നുറങ്ങും, നാളെ ഇന്ന സമയത്ത് എണീക്കും, അപ്പോൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്ലാൻ മോഡിലേക്ക് നമ്മൾ 1 by 1 ആയിട്ട് നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഫസ്റ്റ് ഞാൻ ഇത് പഠിക്കും, അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മൾ പിന്നെ ടെൻഷൻ എടുക്കില്ല, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനടുത്ത് അത് പഠിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സമയം പോകണത് അറിയില്ല. ഒരു 4 മണിക്കൂർ സുഖമായിട്ട് പോകും. പരീക്ഷയുടെ തലേന്ന് രാത്രിയൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത്രയും ഇൻഡെപ്തായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ടയർഡാവും. അപ്പോൾ അതിന് നമുക്ക് നാച്ചുറലി സ്ലീപ്പും വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ എന്തായാലും പിന്നെ ഡയറക്റ്റ് എക്സാം ഹാളിലേക്ക് നമ്മൾ കയറുകയാണ്. സോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ കൂടുതൽ സമയം വെറുതെ ഇരിക്കുന്നില്ല.
ടെൻഷൻ അവോയ്ഡ് ചെയ്യാൻ മാക്സിമം സമയം വെറുതെ ഇരിക്കണം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഒന്നാണ്. പിന്നെ നമ്മൾ മാക്സിമം നമ്മളുടെ സബ്ജക്റ്റ് മാത്രം ആലോചിക്കുക, നമുക്ക് ഇനി എന്തെങ്കിലും പഠിക്കാനുള്ളത് ആലോചിക്കുക, അല്ലാതെ നമുക്ക് റിസൾട്ട് എന്താവും നമ്മൾ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളൊരു, അങ്ങനെയാണ് ഞാൻ സ്ട്രെസ് ഹാൻഡിൽ ചെയ്തിരുന്നത്. ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കുക അല്ലേ? എൻഗേജ്ഡ് ആയിരിക്കുക എങ്ങനെയെങ്കിലും. നല്ലൊരു ആൻസറാണ് കേട്ടോ. കാരണം നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞുള്ളതൊരു വലിയ അറിവായിരിക്കും. അപ്പോൾ ശ്രീറാം പങ്കുവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇതുവരെ മറ്റൊരു വിദ്യാർത്ഥികളും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയൊക്കെ കണ്ട് കഴിയുമ്പോൾ തന്നെ എന്തായിരിക്കണം ചെയ്യണമെന്ന് ആ ടൈമിൽ തന്നെ നമ്മൾ ഡിസിഷൻ എടുക്കുക. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എത്ര സമയമെടുത്ത് പഠിക്കണം, എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. എല്ലാം ഹാർഡാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ എല്ലാത്തിനും ഈസി ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുക. ഇന്ന ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കണം അങ്ങനെ ചിന്തിക്കാതെ, അതൊക്കെ ഒരു പുതിയ അറിവാണ് നമുക്കും അതുപോലെ തന്നെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വർഷം, അതായത് വരുന്ന വർഷം നമ്മുടെ JEE അഡ്വാൻസ്ഡ് ബോർഡിലെ പ്രവേശന പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അതൊരു വലിയ അറിവാണ്. അപ്പോൾ ശ്രീറാം ആഗ്രഹിച്ചതുപോലെ തന്നെ ശ്രീറാമിന് IIT മദ്രാസിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ. ആൻഡ് വലിയ വലിയ ലക്ഷ്യങ്ങൾ ഇനിയും ജീവിതത്തിൽ കീഴടക്കാൻ സാധിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും അതുപോലെ ബ്രില്യൻ ഫാമിലിക്കും സ്വന്തം നാടിനുമൊക്കെ മാതൃകയാവാൻ സാധിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.